വളരെയധികം ടേസ്റ്റുള്ള തക്കാളി, ചെറിയ ഉള്ളി, മുളക് ഒക്കെ കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണിത്. അപ്പോൾ ഞാൻ കത്തിച്ച് അടുപ്പത്തിലൊരു ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് കടുക്, കറിവേപ്പില ചേർക്കുക. ചേർത്തതിന് ശേഷം അതിനകത്ത് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് നമുക്കതിനകത്ത് ചേർക്കാം. പിന്നെ അതിനോടുകൂടെ ചേർന്ന് ചെറിയ ഉള്ളി, നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി, മുളക് ഒന്ന് വാടി വന്നതിന് ശേഷം അതിനകത്ത് കുറച്ച് ചെറിയ ഉള്ളി നമുക്ക് അതിനകത്ത് ചേർക്കാം. ചെറിയ ഉള്ളിയോടൊപ്പം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ നന്നായിട്ട് നമുക്ക് അരച്ച് അതിനോടുകൂടെ നമുക്ക് ചേർക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് അത് വെന്ത് വരുമ്പോഴത്തേക്കും ഉള്ളി പേസ്റ്റ്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് കൂടി ചേർത്ത് നല്ല രീതിയിൽ ഇളക്കുക. അത് ഇളകി വെന്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് തക്കാളി ചേർക്കുക. തക്കാളി വെന്ത് വരുമ്പോൾ കുറച്ച് പുളിവെള്ളം ചേർക്കുക. പുളിവെള്ളവും കൂടെ ചേർത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് കിണ്ടി വഴറ്റി നന്നായിട്ട് എടുക്കുക. ഏറ്റവും ടേസ്റ്റുള്ള ഒരു കറിയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു അല്പം ജീരകം എന്നിവ നമ്മൾ ചേർത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. വളരെയധികം രുചിയോടുകൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ അത് ട്രൈ ചെയ്യാൻ പറ്റിയാൽ ഏകദേശം ഈ കറി നമുക്ക് 1-2 ദിവസം വരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. വളരെയധികം ടേസ്റ്റോടുകൂടെ കഴിക്കാൻ പറ്റിയ